മണവാളൻ ഫൈറ്റ് ഫിക്സ് ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഫൈറ്റിന് അഫ്സൽ ഷാ ഇല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കുണ്ടായി. അപ്പൊ അതേ സമയം തന്നെ ഞാൻ ഫൈറ്റിന് റെഡിയാണെന്നുള്ള രീതിയിൽ ഞാൻ മണവാളൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മണവാളൻ ആദ്യം ഫോൺ എടുത്തില്ല, പിന്നീട് മണവാളൻ തിരിച്ചു വിളിച്ചു. ഞാൻ മണവാളനോട് ഫൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ മണവാളൻ ഓൾറെഡി എല്ലാ ആഴ്ചയിലും ഓരോ ഫൈറ്റ് വെക്കണ്ടേ, എന്തിപ്പോ ഇതൊക്കെ പോസിബിൾ ആണോ? എന്റെ പ്രൊഫഷൻ ഇതല്ല, എന്റെ ഒരു കാര്യം, ഞാനൊരു പാഷന്റെ പുറത്തിറങ്ങിയ ഒരു സംഭവമാണ്. ചോദിച്ച വേറൊന്നുമില്ല, മണവാളനിക്ക് BFCയിലെ ഫൈറ്റേഴ്സുമായി ഫൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിച്ചോളൂ. ഹായ്, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മണവാളന്റെ വീഡിയോ കണ്ടു, നമ്മുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു, എല്ലാ ചാലഞ്ചും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു, ഭയങ്കര സന്തോഷം. BFCയിലെ 3 ഫൈറ്റേഴ്സിന്റെ ഈ 10 ലക്ഷം തരാന്ന് പറഞ്ഞ ഓഫറിന് മണവാളൻ അതായത് നീ അക്സെപ്റ്റ് ചെയ്തോ? അതായത് വേറൊന്നല്ല, അങ്ങനെ ഒരു ന്യൂസ് കണ്ടായിരുന്നു, ജാനുവരിയിൽ ആ ഫൈറ്റ് നടക്കാറുണ്ട്. ആള് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, ഫേക്ക് ആയിട്ട് ആള് വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് പേര്, ഒരാളല്ല ഒരുപാട് പേര് എന്ത് ചെയ്ത് അത് വെച്ച് റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതാണ്, അതൊക്കെ ഫേക്ക് ആണ്. ഞാൻ ആകെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ, അഫ്സൽ ഖാനായിട്ടുള്ള. അതാണ് ഇനി ഫൈറ്റ് വരാൻ പോകുന്നത്. ഡിസംബർ 14-ാം തീയതി ആണല്ലേ ആ ഫൈറ്റ്? ഡിസംബർ 14-ാം തീയതിയാണ് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ബാക്കി എല്ലാ ടീമുകളും ഇടുന്നത് ഫേക്ക് ആണ്, ഫേക്ക് ന്യൂസ് ആണ്. ബ്രോ, ഞാൻ വേറൊരാൾക്കും ആരോടും ഞാൻ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. ഞാൻ എന്താ പറയുന്ന അഫ്സൽ ഷാനോട് മാത്രമേ ഫൈറ്റ് ചെയ്യുള്ളൂ. ബ്രോനോടും ഫൈറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബ്രോ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫ്ലോയില് പറഞ്ഞതാണ് 500 പിന്നെ അതേമാതിരി ചായയും വാങ്ങി തരാൻ. പിന്നെ മൂന്നാമത്തെ ദിവസം അതൊക്കെ ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് എടുക്കും. കോമഡി അല്ലേ? സി, അത് എല്ലാവർക്കും ഒരു കോമഡി അല്ല. നീയാണ് ആ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർക്കും കൊള്ളും. അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് ഞാനാണ് ആ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്റെ വീട്ടുകാർക്കും കൊള്ളും. അപ്പൊ ഇമാതിരി കോമഡിയും ഫണ്ണായിട്ട് ഞാൻ അഫ്സൽ ഷാ വരാൻ നിൽക്കരുത്. കേരളത്തിലെ ഫൈറ്റേഴ്സ് പൊക്കി എടുത്ത് ഇടിക്കൂട്ടാ.